സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദരിദ്ര വിധവ മറ്റെല്ലാവരെയും കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, ഇവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവള് ദാരിദ്ര്യത്തിൽ നിന്ന് തൻ്റെ ഉപജീവനത്തിനുള്ള വക മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. രണ്ട് തരത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. സമൃദ്ധിയിൽ നിന്ന് നിക്ഷേപിക്കാം, സമൃദ്ധിയിൽ നിന്ന് കൊടുക്കാം, അതുപോലെ തന്നെ ഞെരുക്കത്തിൽ നിന്നും കൊടുക്കാം. ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടോണം. ക്രിസ്ത്യൻ ചാരിറ്റിയും ഉണ്ട്, സെക്യുലർ ചാരിറ്റിയും ഉണ്ട്. ഒരു കാര്യം, ക്രിസ്ത്യൻ ചാരിറ്റി, ഇപ്പം നമ്മൾ ചാരിറ്റി ചെയ്യുന്നവരാണ് എന്ന് അഹങ്കരിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്നത് കേട്ടോണം. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ചാരിറ്റി ചെയ്യുന്ന 0.5% ആളുകൾ പോലും ഇല്ല. ക്രിസ്ത്യൻ ചാരിറ്റി നടത്തുന്ന 0.5% ആളുകൾ പോലും ഇല്ല, ഞാൻ ഉൾപ്പെടെ. ഞാനും ആളുകളെ സഹായിക്കുന്ന ആളാണ്. പക്ഷെ ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക, സെക്യുലർ ചാരിറ്റിയാണ്. എന്താണ് സെക്യുലർ ചാരിറ്റി? ഇഷ്ടം പോലെ ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുന്നു. വാട്ട് ഈസ് ക്രിസ്ത്യൻ ചാരിറ്റി? നിനക്കുള്ളത് മാറ്റിവെച്ചിട്ട് കൊടുക്കുന്നു. കർത്താവ് പറഞ്ഞ അർത്ഥത്തിൽ നമ്മളൊന്നും ആരെയും സഹായിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ സഹായിച്ചപ്പോൾ കർത്താവ് തിരിഞ്ഞു നോക്കാതിരുന്നത്. നമ്മൾ സ്വത്രാഴ്ച എടുക്കാൻ ചെല്ലുമ്പോൾ, സ്വത്രാഴ്ച എടുക്കുന്ന സ്ഥലത്ത് മനുഷ്യർ നോക്കുന്നത് നമ്മൾ ഇടുന്ന പൈസയിലാണ്, കർത്താവ് നോക്കുന്നത് ഇട്ടിട്ട് നമ്മൾ തിരിച്ചു വെക്കുന്ന പേഴ്സിലാണ്. വ്യത്യാസമുണ്ട്. എത്ര ഇട്ടെന്നാണ് മനുഷ്യർ നോക്കുന്നത്, കർത്താവ് പറഞ്ഞ് എത്ര ബാക്കിയുണ്ടെന്നാണ് കർത്താവ് നോക്കുന്നത്. ഈ കൊടുത്തിട്ട് നിനക്ക് എന്നാ മെച്ചമുണ്ട്? ഇപ്പൊ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഇരിക്കുകയാണ്, ഇപ്പൊ ഞാനടുത്ത് 5 ലക്ഷം രൂപ കൊടുത്തു. കഥയൊന്നുമില്ല അതിനകത്ത്, ഒരു കഥയില്ല. കഥയില്ലെന്ന് ഞാൻ പറയുന്നില്ല, ദാനധർമ്മത്തിന് അതിൻ്റെ അനുഗ്രഹമുണ്ട്. കഥയില്ലെന്ന് പറഞ്ഞാൽ തെറ്റാവും, കഥയൊക്കെ ഉണ്ട്. ക്രിസ്ത്യൻ ചാരിറ്റി ഒന്നുമല്ല. ഞാൻ എന്തിനു പറയുന്നത്, ഒന്നിനെ വില കുറച്ച് കാണാനല്ല, നമ്മൾ ഒന്നിലും അഹങ്കരിക്കാതിരിക്കാനാണ് ഈ പറയുന്നത്. നമ്മൾ ഈ മനുഷ്യരെ സഹായിച്ചതിൻ്റെ പേരിൽ ഒത്തിരി പൊങ്ങച്ചം കൊണ്ട് നടക്കുന്ന ആളുകളല്ലേ. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, യേശുക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞ വിധത്തിലൊന്നും നമ്മൾ ആരെയും സഹായിച്ചിട്ടില്ല. ഒരു നല്ല മനുഷ്യൻ ലോകത്തുള്ള ആളുകൾ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അത്രയുമേ നമുക്ക് ഭാവിക്കാനുള്ളൂ എന്ന് ഞാൻ പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞതാണ്. അല്ലാതെ ലോകത്തുള്ള നല്ല മനുഷ്യരൊക്കെ മറ്റുള്ളവരെ സഹായിച്ചതിനൊന്നും വിലയില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മറിച്ച് കൊടുക്കുമ്പോൾ പക്ഷെ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. എന്താ ആഗ്രഹിക്കാം? ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ സാധനം പറക്കി വിറ്റിട്ട് ഇത് വിറ്റിട്ട് പാവപ്പെട്ടവന് വീട് വെച്ച് കൊടുക്കാനുള്ള ബലമൊന്നും ഇപ്പം എനിക്കില്ല. മനസ്സിലായല്ലോ? ഇപ്പം ഇല്ല. പക്ഷെ എനിക്കെന്താ ആഗ്രഹിക്കാം? അപ്പം ഞാൻ അത് ചെയ്യുന്നിടം വരെ വളർന്നാലേ ഞാനൊരു ക്രിസ്ത്യാനി ആവൂന്ന് ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ധാരണ ഉണ്ടാവണം. ഒരിക്കൽ ഞാൻ അങ്ങനെ ചെയ്യും എന്ന് ആഗ്രഹിക്കണം, ഒരിക്കൽ ഞാൻ അങ്ങനെ ആകും എന്ന് കർത്താവിൻ്റെ കൃപയിൽ പ്രത്യാശിക്കണം. അപ്പം ലക്ഷ്യം എപ്പോഴും അതായിരിക്കണം. മനസ്സിലായോ? ഇപ്പം ചെയ്യുന്ന ചാരിറ്റി എല്ലാം നല്ലതാണ്, എന്നാൽ അതേസമയം തന്നെ അതൊക്കെ ഛേദമില്ലാത്ത ഉപകാരങ്ങളാണ്. അതൊന്നും ഈ കൊടുക്കുന്നവനെ മുറിപ്പെടുത്തിയിട്ടില്ല. കൊടുക്കുന്നവൻ ഈ കൊടുത്തതിൻ്റെ പേര് പ്രത്യേകിച്ച് സങ്കടമൊന്നും ഉണ്ടായി. ആർത്തി ഉള്ള ആൾക്ക് 50 രൂപ പോകുമ്പോൾ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടാവും എന്നുള്ളതല്ലാതെ, അല്ലാതെ ഈ കൊടുത്തതിൻ്റെ പേരിലേ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് കൊടുത്താൽ ദാറ്റ് സ്ട്രൈക്സ്. അപ്പോൾ ഒരാൾ തിരിഞ്ഞു നോക്കും, ഒരു നീളം മൂടിയുള്ള ഒരാൾ ഇങ്ങനെ നോക്കും, മറ്റേന്ന് മൈൻഡ് ചെയ്യില്ല. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. നിന്റെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തത് വാട്ട് വാല്യൂ, വാട്ട് വെർച്യൂ. ഞാൻ ഒന്നിൻ്റെ നിസ്സാരമായി കാണാനല്ല. ഇപ്പോൾ പൈസ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ മനോവിഷമം വരരുത്. അയ്യോ, മറിച്ച് ദാനധർമ്മം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തും എന്ന ബൈബിൾ വചനം സത്യമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നൊരു നിലവാരത്തിൽ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ എന്നെ ഓർമ്മപ്പെടുത്താൻ ഇത്രയും പറഞ്ഞത്. കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വലിയ അഹങ്കാരമൊന്നും പറയാനൊന്നുമില്ല. ആരെങ്കിലും തന്നു, കൊടുത്തു. അതിനപ്പുറത്ത് എന്താ ഈ ചാരിറ്റി? എല്ലാവരും എൻ്റെ കൊണ്ട് തന്നു, ഞാൻ കൊടുത്തു. അതിനകത്ത് ഇപ്പം എന്താ പുണ്യം? ഒരു പുണ്യമില്ല. അതിനകത്തൊന്നും ഗമ വെക്കരുതെന്ന് ഞാൻ പറയുന്നത്. അതിനകത്തൊന്നും ആളാവരുത്. ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മളെ ഇതൊക്കെ ഓർമ്മപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യൻ ചാരിറ്റിയും സെക്യുലർ ചാരിറ്റിയും വ്യത്യാസമുണ്ട്. മറ്റേത് ലോകത്തുള്ള ഏത് മനുഷ്യനും ചെയ്യാം, അല്ലേ? പൈസ കുറച്ച് വന്നു, അതിൽ നിന്ന് കുറച്ച് കൊടുത്തു. അതല്ല, ഇട്ടതല്ല ദൈവം നോക്കിയത്, ഇട്ടിട്ട് എന്ത് ബാക്കി വന്നു എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് വേറൊരു വാക്കുകൂടി ഉപയോഗിക്കുന്നുണ്ട്. അതേതാണ്? എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. സംഭാവന, ഡൊണേഷൻ. എന്നാൽ ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുള്ള വക മുഴുവൻ, ഉപജീവനത്തിലുള്ള വക മുഴുവൻ നിക്ഷേപം, ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ 2 വാക്ക് ശ്രദ്ധിച്ചോണം. സമൃദ്ധിയിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ ഉള്ളതിൽ നിന്ന് നമ്മൾ എടുത്ത് എന്തെങ്കിലും കൊടുക്കുന്നതിനെ സ്വർഗം വിളിക്കുന്ന പേര് ഡൊണേഷൻ എന്നാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഡൊണേഷൻ കൊടുത്താൽ തിരിച്ചു കിട്ടുമോ? ഡൊണേഷൻ കൊടുത്തവൻ നമ്മളെ വഴി കണ്ട മൈൻഡ് ചെയ്യത്തോലും ഇല്ല. എന്നാൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പൈസ നിക്ഷേപിച്ചാലോ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കിട്ടും. സെക്കുലർ ചാരിറ്റിക്ക് വലിയ പ്രതിഫലമൊന്നുമില്ല. ക്രിസ്ത്യൻ ചാരിറ്റിക്ക് പലിശയും കൂട്ടുപലിശയും ചേർത്ത് തിരിച്ചു കിട്ടും. കാരണം അത് മറ്റേത് ഡൊണേഷനാണ്, ഇത് നിക്ഷേപമാണ്, ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വിധവ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു അമ്മച്ചിയാണിത്. ഇത് നമ്മൾ പ്രസംഗിക്കാനൊക്കെ നമ്മൾ വലിയ താല്പര്യത്തോടെ എടുത്തുകൊണ്ടിരുന്നതാണ്. ഇനി മേലാൽ ഇത് എടുക്കുമ്പോൾ ചങ്ക് പടയ്ക്കാൻ തുടങ്ങും. കാരണം ഈ അമ്മച്ചി വല്ലാത്തൊരു അമ്മച്ചിയാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഈ ദേവാലയ പരിസരത്തേക്ക് മണ്ടി മന്ദം ഇങ്ങനെ നടന്നു വന്ന ഈ അമ്മ നമ്മുടെ നിദ്രകളെ ഭംഗം വരുത്തിയിട്ടാണ് നടന്നു പോകുന്നത്.